ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോസ്റ്റു വ്ളോഗ്സ്. ഇന്ന് നമ്മളുടെ നാട്ടിലത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്ന വഴിയാണ് ഇത്. നമ്മളെ മാങ്ങോട്ട് അമ്പലത്തിൻ്റെ കുളമാണ്. നമ്മളെ നാട്ടിലത്തെ ഒരു അമ്പലമാണ് മാങ്ങോട്ട് അമ്പലം. ഇത് അമ്പലക്കുളമാണ്. അതിൻ്റെ വലിയൊരു അമ്പലക്കുളമാണ്. നിറച്ച് അമ്പലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അമ്പലമൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ നിറച്ച് വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്ന വഴിയാണ്. ഇത് അമ്പലത്തിൻ്റെ കാവൊക്കെയാണ്. അത് കുളിക്കടവാണ്. അമ്പലക്കുളത്തിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതാണ് അമ്പലം, മാങ്ങോട്ട് അമ്പലം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അങ്ങനെ നമ്മളുടെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഇതാണ് നിറച്ച് കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെയാണ് ആ സ്ഥലത്തിൻ്റെ ചക്കക്കണ്ടാണ്. നമ്മളെ ഗുരുവായൂർ തൈക്കാട് ആണ് സ്ഥലം. ചക്കക്കണ്ടം പുഴ ഉണ്ട്. ചക്കക്കണ്ടത്തിനെ കുറിച്ചിട്ട് പറയാന്ന് വെച്ചെങ്കിൽ, ചക്കക്കണ്ടം പ്രദേശക്കാർ ഇന്ന് വളരെ ബുദ്ധിമുട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മാലിന്യ പ്രശ്നമാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഗുരുവായൂർ ചാൽ പദ്ധതി ഇവിടെ വന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ്. കാരണം വെച്ചാൽ ഗുരുവായൂരിൽ നിന്ന് ഒഴുക്കി വിടുന്ന മാലിന്യങ്ങൾ വന്ന് ചേർന്നത് നമ്മളെ ഈ ചക്കങ്കണ്ടം പുഴയിലാണ്. എത്രയൊക്കെ ഭരണം മാറി മാറി വന്നിട്ടും ഇന്ന് അവർക്കതൊരു തീരെ ദുരിതമായിട്ടിരിക്കുന്ന സമയമാണിത്. കാരണം പകർച്ചവ്യാധികളായാലും ശരി, രോഗങ്ങളായാലും ശരി, വിട്ടുമാറാണ്ട് ഇവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ ചക്കങ്കണ്ടത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചെങ്കിൽ, കേരള ടൂറിസത്തിന് ഏറ്റവും നല്ലൊരു അടിത്തറ നൽകാവുന്ന ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. ഇപ്പം നിറച്ച് വെള്ളം നിറഞ്ഞ് കിടക്കണ കാരണം നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് വെള്ളം പറ്റുമ്പോൾ നമുക്ക് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ശരിക്കും നമുക്ക് കാണാം. മെയിനായിട്ട് ചക്കങ്കണ്ടത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചെങ്കിൽ, ഇവിടെ നിറച്ച് കണ്ടൽക്കാടുകളാണ്. മാത്രമല്ല പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഏറ്റവും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ടും പക്ഷേ ഇന്നത് കനത്ത വെല്ലുവിളി നേരിടുന്നത് ഈ മാലിന്യ പ്രശ്നമാണ്. നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഈ മാലിന്യ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷെ അത് പ്രവർത്തിച്ചിട്ടില്ല. എന്നേ വരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. മൊത്തം ഗുരുവായൂരിൽ നിന്നുള്ള മാലിന്യങ്ങൾ വന്ന് ചാടുന്നത് ഇവിടെയാണ്. നോക്കി നിങ്ങൾ എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന്. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു പുഴയിൽ മത്സ്യബന്ധനത്തിന് അടക്കം പറ്റുന്നില്ല എന്ന്. സാധാരണ മത്സ്യബന്ധനത്തിന് പോയി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഈ പുഴയിൽ പിടിക്കുന്ന മീനടക്കം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയണത്, മാലിന്യം കാരണം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ടൂറിസം രംഗത്ത് ഇപ്പോൾ വലിയൊരു മുതൽക്കൂട്ടാവാൻ കഴിവുള്ള സ്ഥലമാണ് ഇവിടെ. ഇതൊക്കെ ഒരു എന്താ പറയുക, ഞാൻ മുന്നത്തെ വീഡിയോയിൽ 4 മണിക്കാറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് പ്ലേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനും എന്തൊക്കെ മുന്നൊരുക്കങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ മാലിന്യ പ്രശ്നങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പോയി സാധിക്കുള്ളൂ. ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ് ഇത് കണ്ടൽക്കാടാണ്. നിറച്ച് കണ്ടൽക്കാടുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ പ്രദേശങ്ങളിൽ, ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത് ഇതാണ്. ഒരു കണ്ടൽ ചെടിയാണ് ഇത് കേട്ടോ. കണ്ടൽ ചെടീനെ കുറിച്ചിട്ട് പറയാന്ന് വെച്ചെങ്കിൽ, നമ്മളെ വേലിയേറ്റ വേലിയിറക്ക സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ചെടിയാണിത്. ഒരുപാട് ജീവികൾക്ക് താമസം ഒരുക്കുന്ന സ്ഥലമാണ് കണ്ടൽക്കാടുകളിൽ. ഇന്ന് കണ്ടൽക്കാടുകളൊക്കെ എന്താ പറയുക, നശിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. നമ്മളെ ഈ കണ്ടൽക്കാടുകൾ വെച്ചാൽ ഇപ്പം നമ്മളുടെ തന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളൊരു ചെടികളാണ് ഇവർ.
ഇതിൽ തന്നെ വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട്. കണ്ടൽ കാടുകളിൽ തന്നെ വെറൈറ്റി കുറേ ചെടികളുണ്ട്. അതിൽ ഓരോ ചെടിയാണ്ടത് നക്ഷത്ര കണ്ടൽ എന്ന് പറയും ഇതിന്. ഇതെന്താ പറയുക, ഇതും നമ്മളെ നാട്ടിൽ കുറച്ച് ആയിട്ട് കണ്ട് വരുന്നതെന്ന് പറയുന്നത്. നമ്മൾ ജൂലൈ 26 രാജ്യാന്തര കണ്ടൽ ദിനമായിരുന്നു. നമ്മൾ ഈ ഷൂട്ടിങ്ങിന് പോന്നപ്പോൾ ഇതിന് മുന്നേ പോയതായിരുന്നു. എഡിറ്റ് ചെയ്ത് ഇടാൻ സമയം വൈകി. ഇതാണ് അതിൻ്റെ പൂവ്. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കണ്ടൽ ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസവിക്കുന്ന സസ്യങ്ങളെന്നാണ് പറയുക അവരെ. ഇത് വെച്ചാൽ ഇതിൻ്റെ വിത്ത് പുറത്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഇലയുടെ ഒരു മുകളുണ്ടാവും ഇതിൻ്റെ കൂടെ. ചിലതിന് ഇതിനൊരു മുകളിലൊരു കോട്ടിങ് ഉണ്ടാവും. ഇതിനെൻ്റെ പൂവാണ് കേട്ടോ. ഇത് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പൊന്തി നടക്കുന്നതിൻ്റെ വിത്ത് നശിക്കില്ല. പിന്നെ ഇവറ്റങ്ങളുടെയൊക്കെ ഉയരം എന്ന് പറയണമെങ്കിൽ 1.5 മീറ്റർ മാത്രമാണ്. ചില സ്ഥലങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ തരത്തിലുള്ളതാണ്. ഇവിടെ വിവിധ തരത്തിലുള്ളതാണ് കേട്ടോ കണ്ടൽ ചെടികളുള്ളത്. ഇവിടെയൊക്കെ നിറച്ചുണ്ടത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. കിളികളും പിന്നെ ഈ കടൽ ഇതില്ലേ എന്താ പറയുക, നീർക്കാക്കകൾ ഇതൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരു ആവാസ വ്യവസ്ഥയാണിത്. പക്ഷേ ഇത് വെള്ളം വറ്റിച്ചാൽ ഇപ്പോൾ നിറഞ്ഞു കിടക്കുകയാണ്. കാളാനി പുഴ ഇവിടെയാണ്. ഇതിപ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഭയങ്കര ദുരിതമാണ് കേട്ടോ. ഇത് കാളാനി പുഴ വരുന്നതാണ്. ഇതാണ് കേട്ടോ, ചീപ്പാണ്. ഇത് തന്നെ അവിടുത്തെ വേറൊരു സ്ഥലമാണ്. ഇത് ഇവിടുത്തെ പുഴ കടന്ന് പോണതാണ്. അതിൻ്റെ പാലാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നാളെ നമ്മളെ സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ പുഴകളും വെള്ളപ്രദേശങ്ങളൊക്കെയാണ്. ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണെന്ന് വെച്ചെങ്കിലും പക്ഷേ ഇവിടുത്തെ ജനങ്ങളിന്ന് ജീവിക്കാൻ കഷ്ടപ്പെടുകയാണ്. മാലിന്യ പ്രശ്നം കാരണം ഇവർക്ക് കുടിക്കുന്ന എന്താ പറയുക, നമ്മൾ കുടിവെള്ളത്തിനടക്കം പ്രശ്നമാണ്. ഈ മാലിന്യം വരുന്ന സ്ഥലത്തു നിന്ന് വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞങ്ങളിവിടെ വീഡിയോ എടുക്കുമ്പോൾ കണ്ടതാണ്, ഇവിടെ നിറച്ച് ഞണ്ടുകളുണ്ട് കേട്ടോ. ഈ കുഞ്ഞ് ഞണ്ടുകളാണ് കേട്ടോ. നിറച്ച് ഞണ്ടുകളായിരുന്നു. ഞണ്ടുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ തന്നെ ഇവിടെ ഒരു വഞ്ചികളൊക്കെ കിടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ഫുഡ് കോർട്ട് പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോകുന്നുള്ള സ്ഥലമാണ് കേട്ടോ അത്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കിത് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മഴക്കാറുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നില്ല. നല്ല മഴക്കാറായിരുന്നു. ഗ്രാമപ്രദേശങ്ങളാണ്. നല്ല ഗ്രാമപ്രദേശത്തിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സ്ഥലത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഭംഗി മാത്രമേ ഉള്ളൂ, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയുണ്ട്. കുറച്ച് കാലങ്ങളല്ല, ഒരുപാട് തന്നെ കാലങ്ങളായിട്ട് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്. എത്രയും പെട്ടെന്ന് ഈ പ്രദേശവാസികളുടെ ദുരിതത്തിനൊരു പരിഹാരം നമ്മുടെ ഭരണകൂടം കാണട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നല്ലൊരു സ്ഥലം മാലിന്യ വിമുക്തമാക്കിയിട്ടുള്ള അവസ്ഥ വരട്ടെ. നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പരമാവധി നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം.